നമുക്കൊരു പ്രണയകഥ കേട്ടു നോക്കിയാലോ? എൻ്റെ ജീവിതത്തിൽ നടന്നുപോയ മനോഹരമായ നിമിഷങ്ങളും അതിലുപരി ഒരുപാട് വേദനകൾ സമ്മാനിച്ച ചെറിയ ജീവിതം. ഒരു പക്ഷേ ഇത് ചിലരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാൻ കാരണമായേക്കാം. പക്ഷേ അതിനുപരി ഇതൊരു മനുഷ്യൻ്റെ ജീവിതമാണെന്ന് മറന്നു പോകരുത്. പ്രണയമെന്ന മായാലോകത്ത് ആടിത്തിമിർത്തിരുന്ന എനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ പറയണമെന്നൊരു തോന്നൽ, ആരുമല്ലാതിരുന്ന ചിലർ എൻ്റെ ആരൊക്കെയോ ആയി മാറിയ കഥ. കുറച്ചു ദൂരെ എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന വ്യക്തി അവളായിരിക്കാമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല. ആരാണെന്നല്ലേ? അതെ, സഫ്ന. പേരുപോലെ ആരും അവളുടെ ചിരിയിൽ വീണു പോകും. ഒരു തവണ നോക്കിയാൽ ആരും പിന്നെയും കാണാൻ കൊതിക്കുന്ന ചിരിയും കണ്ണും. അറിയാതെ എൻ്റെ മനസ്സിലും അവളുടെ മുഖം പതിഞ്ഞു പോയിരുന്നു. അവളറിയാതെ അവളെ കാണാൻ നിത്യസന്ദർശകനായി മാറുകയായിരുന്നു. കാരണം അതാണല്ലോ അവളുടെ ഭംഗിയിൽ ഞാനും വീണുപോയി. നാട്ടിലുള്ള ഒട്ടുമിക്ക ചെറുപ്പക്കാരും അവളുടെ പുറകെ നടക്കുന്നത് കുറച്ച് ആദിയോടെയാണെങ്കിലും ഞാൻ കണ്ടുകൊണ്ട് നിന്നു. ഒരു പക്ഷേ നഷ്ടപ്പെടുമോ എന്നൊരു ഭയമായിരിക്കാം എന്നെ പുറകോട്ട് വലിച്ചത്. അല്ല, ഇനിയെങ്കിലും അവളോട് തുറന്നു പറയാതിരുന്നാൽ ചിലപ്പോൾ ഇല്ല പറയണം, ഇതുപോലെ ആയാൽ ശരിയാകില്ല, പക്ഷേ എങ്ങനെ, എന്തു പറയും എന്ന ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അതിനൊരു സാഹചര്യം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുക തന്നെ മനസ്സിൽ ഉറപ്പിച്ചു.